പാഠം 682. അവധികൾ എങ്ങനെയൊക്കെ ആഘോഷിക്കാം. ഹലോ, ആ അമ്മയായിരുന്നോ? ഇതെന്താ രാവിലെ? ഓ, എനിക്കെന്താ വിശേഷം? രാവിലെ അടുക്കള കുറച്ച് തിരക്കിലായിരുന്നു. ആ, മോഹനേട്ടനുണ്ട്, പത്രം വായിക്കാൻ തോന്നുന്നു. എന്താ അമ്മേ? ആ അതെ, അവധിയാ. നാളെ കർക്കിടക വാവ്, മറ്റന്നാള് ഓഗസ്റ്റ് 15, പിന്നെ ഞായറാഴ്ച. അതെയോ? അതിനെന്താ, ഞാന് മോഹനേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചിട്ട് ഞാൻ അമ്മയെ തിരിച്ചു വിളിക്കാം. ശരി. മോനേട്ടാ, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. നാളെ മുതൽ 3 ദിവസത്തേക്ക് അവധിയല്ലേ, വീട്ടിലേക്ക് ചെല്ലാമോന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് നീ പറഞ്ഞില്ലേ? അതിനാ അങ്ങനെ പറയണത്? കാരണം നാളെ നമുക്ക് പോകാൻ പറ്റില്ല. അതെന്താണ്? നാളെ വെള്ളിയാഴ്ച അവധി, മറ്റന്നാൾ ശനിയാഴ്ച അവധി, അതിന്റെ പിറ്റേ ദിവസം ഞായറ്. നാളെ ഒരു 9 മണി കഴിയുമ്പോ പോയിട്ടുണ്ടെങ്കിലും ഉച്ചയാകുമ്പോഴേക്കും നമ്മള് വീട്ടിലെത്തി ഊണ് കഴിച്ചൂടെ? നാളെ മറ്റന്നാളും വീട്ടില്, ഞായറാഴ്ച ഉച്ച കഴിയുമ്പോ തിരിച്ചു പോന്നാ പോരെ? അതൊക്കെ ശരിയാണ്. പക്ഷേ നീ പറയുന്നത് പോലെ എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അതെന്താ? മോനേട്ടാ, നീ ഇതുവരെ എന്റെ ഷട്ടം കൊണ്ട് തേച്ചില്ലേ? അതല്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന വിഷയം. നാളെ മുതൽ 3 ദിവസത്തേക്ക് അവധിയാണ്. നമുക്ക് 2 പേർ കൂടി എന്റെ വീട്ടിലൊന്ന് പോവാന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള മറുപടി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ വെറുതെ പറഞ്ഞാ പോരല്ലോ. എന്താ കാരണം കൂടി പറ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണുമെന്ന് എനിക്കറിയാമല്ലോ. കാരണം കാണും, പക്ഷേ അത് ന്യായമായ ഒരു കാരണം ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. അതാണല്ലോ എന്റെ പ്രശ്നവും. മോഹനേട്ടാ, ഒന്ന് വീട്ടിൽ പോയിട്ട് 6 മാസമായി. അതിനുശേഷം 2 പ്രാവശ്യം നമ്മള് മോഹനേട്ടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മോഹനേട്ടൻ വീട്ടിൽ പോകാ എന്ന് പറഞ്ഞപ്പോ ഒരു തടസ്സവും പറയാതെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ചെയ്തത്. ഇപ്പൊ എന്റെ വീട്ടിൽ പോകുന്ന കാര്യം പറയുന്ന പടം മോഹനേട്ടൻ ഉടക്കിടുന്നു. ഇത് ന്യായമല്ല മോഹനേട്ടാ. ഞാൻ ഉടക്കിട്ടു എന്ന് നീ പറഞ്ഞത് വിവരക്കേട്. ഞാൻ എന്റെ ഒരു അസൗകര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്താ അസൗകര്യം? കേരള സർക്കാരിന് നാളെയും മറ്റന്നാളും അവധിയാണ്. അത് കഴിഞ്ഞ് വരുന്നു ഞായറാഴ്ചയും. ഞായറാഴ്ച വില്ലേജ് ഓഫീസ് തുറക്കുന്ന പതിവില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീ കേട്ടതൊക്കെ ശരിയായിരിക്കും, പക്ഷേ മറ്റന്നാൾ എന്തിനാണ് അവധി എന്ന് നിനക്കറിയാമോ? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തിന് വെറുതെ അവധിയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കാൻ പറ്റില്ല. രാവിലെ വില്ലേജ് ഓഫീസിൽ പതാക ഉയർത്തണം. അതിനറിയാമോ? വൈകിട്ട് ആ പതാക താഴ്ത്തണം. ഇതൊക്കെ ആര് ചെയ്യും? കാര്യം പറയുമ്പോ മോനേഷ് സാർ എന്ത് പറയുന്ന എന്റെ പേടി. സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. ഇക്കാര്യത്തിൽ നമുക്ക് മോനേഷ് സാറിന്റെ സമ്മതം ആവശ്യമില്ലല്ലോ കാഞ്ചന സാറേ. നമ്മൾ നിയമം വിട്ടൊന്നും ചെയ്യുന്നുമില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ സാർ ഇടപെടേണ്ട കാര്യവുമില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ഈ വില്ലേജ് ഓഫീസിൽ കാലാകാലങ്ങളായി നടക്കുന്ന എന്തുവാ? നമ്മുടെയൊക്കെ സകല പേഴ്സണൽ കാര്യങ്ങളിലും സാറ് കയറി ഇടപെടും. വലിയ ന്യായങ്ങൾ പറയുമെങ്കിലും നമ്മൾ അതൊക്കെ വകവെച്ച് കൊടുക്കുകയും ചെയ്യും. ഞാനൊന്നും വകവെച്ച് കൊടുക്കാറില്ല. ഇല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ലീവ് വേണോന്ന് പ്രൊഫസർ പറഞ്ഞപ്പോ മോഹനേഷ് സാർ പറ്റില്ല എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ശനിയാഴ്ച പതാക ഉയർത്താൻ ഞാനുണ്ടാവില്ല. കാരണം അത് ലീവല്ല സാർ, അവധി ദിവസം. അവധി ദിവസം ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തണമെന്നല്ലേ ഉള്ളൂ. സാർ ഒന്ന് ചെയ്താൽ മതി, ഞാനും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 68 വർഷം തികയുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട വിദേശ അടിമത്തത്തിൽ നിന്ന് തുടർച്ചയായ സമരങ്ങളുടെയും പോരാട്ടത്തിന്റെയും ഒടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവങ്ങളെന്നും സർക്കാരും അതിന്റെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ജനങ്ങളുടെ സേവകരാണ് എന്നും നമ്മൾ മറക്കരുത്. സത്യവും നീതിയും ഒരിക്കലും കൈവടിയാതെ ജനനന്മയ്ക്കായി നമുക്ക് കൈകോർക്കാം.
ജയ് ഹിന്ദ്. സാറേ എന്താ സാർ തന്നെ ഒന്ന് വർത്താനം പറയുന്നേ? ഞാൻ വെറുതെ വർത്താനം പറയുകയല്ല, സ്വാതന്ത്ര്യം പ്രമാണിച്ചുള്ള പ്രസംഗമാണ്. എന്ത് പ്രസംഗമായാലും കേൾക്കാൻ ആളുണ്ടായെങ്കിലല്ലേ കാര്യമുള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഭ്രാന്തന്മാരല്ലേ? ഭാമേ, എന്ത്? എനിക്ക് ചായ ഉണ്ടാക്കി തരില്ല എന്നല്ലേ നീ രാവിലെ പറഞ്ഞത്? അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ മോനട്ടാ. കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ചായ ഉണ്ടാക്കി തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചായ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട എന്ന് കുടിച്ചോളാം എന്ന് മോഹനേട്ടനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം ആവുമ്പോ ഞാൻ ചായ ഉണ്ടാക്കും. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാതെ മോഹനേട്ടൻ വരികയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ശീലമല്ല. ഇതാ പിടിക്കേ.